യെരമ്യ 1:5 പഠിക്കുമ്പോൾ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ യെരമ്യാവിനെ ദൈവം ഒരു പ്രവാചകനായി വിളിക്കുകയാണ്. ജനസിസ് ചാപ്റ്റർ 37 verse 50. ആമേൻ. ജോസഫിന് തന്റെ ഭാവിയെ കുറിച്ചുള്ള ഒരു സ്വപ്നമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം അവന് കൊടുത്ത സ്വപ്നം അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അവൻ ഈ സ്വപ്നം തന്റെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ താൻ ചില ട്രയൽസിലും സ്ലേവറിയിലും പ്രോസിക്യൂഷൻ ഇങ്ങനെ വിവിധ നിലകളിലൂടെ കടന്നുപോയി. അവൻ കടന്നുപോയ ഈ സ്ട്രഗിൾസിൽ അവനെ പിടിച്ചു നിർത്തിയത് ഈ ഡ്രീമാണ്. അവന്റെ ജീവിതത്തിൽ ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നമ്മുടെ മുൻപിലുള്ള ചലഞ്ചസ്, ട്രയൽസ് ഇതൊക്കെ ഉണ്ടാകും. അതിന്റെ മുമ്പിൽ നാം തളരരുത്. നമ്മുടെ വിഷൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും പ്രശ്നങ്ങളുടെ മുൻപിൽ ആ വിഷൻ ഉടഞ്ഞു പോകരുത്. അതിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. അത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വിഷനാണ്, ഡെസ്റ്റിനിയാണ്. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രോമിസ് ആണ്. അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന കോളിംഗിൽ ഉറച്ചു നിൽക്കുക. God bless you. Love you.